ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുവാൻ കാത്തിരിക്കുകയാണ് തങ്കിപ്പാറയും ശാസ്താംപാറയും. മരിയാപുരം പഞ്ചായത്തിലെ അതിമനോഹര ഇടങ്ങളാണ് അധികൃതരുടെ കനിവ് കാത്തിരിക്കുന്നത്. ടൂറിസം മേഖലയ്ക്ക് ജനകീയ സംഭാവന നൽകുവാൻ കഴിയുന്ന നയനമനോഹര കാഴ്ചയൊരുക്കുന്ന ഇടങ്ങളാണ് തങ്കിപ്പാറയും ശാസ്താംപാറയും. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന മരിയാപുരം പഞ്ചായത്തിലെ 2ാം വാർഡിൽ പെടുന്നതാണ് തങ്കിപ്പാറ. ഇതേ പഞ്ചായത്തിലെ 13ാം വാർഡിൽ പെടുന്നതാണ് ശാസ്താംപാറ. പഞ്ചായത്തിലെ വിമലഗിരിയിൽ നിന്നും കേവലം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തങ്കിപ്പാറയിലെത്താം. ഇതേ വിമലഗിരിയിൽ നിന്നും 800 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ശാസ്താംപാറയിലും എത്താം. മരിയാപുരം പഞ്ചായത്തിൻ്റെ 13-2 വാർഡുകൾ കൂടി ചേരുന്ന പ്രദേശമാണ് തങ്കിപ്പാറ എന്ന് പറയുന്ന പ്രദേശം. അവിടുന്ന് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും ഇടുക്കി ഡാം, 10ാം മൈല്, കാൽവരി മൗണ്ട്, അതുപോലെ തന്നെ വാഴത്തോപ്പ്, കത്തീഡ്രൽ പള്ളി, അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് സ്കൂള്, തടിയമ്പാട്, കരിമ്പൻ എന്നീ പ്രദേശങ്ങളിലുള്ള വിവിധ മേഖലകൾ, കൊച്ചുപൈനാവ് മുതലായി ഒത്തിരി മേഖലകൾ ടൂറിസത്തിന് ഏറ്റവും പറ്റിയ കാഴ്ചക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം. ഇവിടുത്തെ ഒരു രീതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽക്കുളമേട് മുതൽ സകല പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതും. തങ്കിപ്പാറയിൽ നിന്നും വശ്യമനോഹരമായ കാഴ്ചകൾ ദൃശ്യമാകും. യക്ഷിക്ക് അഭിമാനമായ ഇടുക്കി പദ്ധതിയുടെയും ജില്ലാ ആസ്ഥാനത്തിന്റെയും ഉൾപ്പെടെ വിദൂര കാഴ്ചകൾ ഏവരുടെയും മനം കുളിർപ്പിക്കും. തങ്കിപ്പാറയിൽ നിന്നാൽ കൂറ്റൻ പാറക്കെട്ടുകൾ നിറഞ്ഞ മലമടക്കുകളുടെ ദീർഘദൂര കാഴ്ചകളും കുന്നിൻ ചെരുവുകളും മലമടക്കിൽ പൂത്തൊളിഞ്ഞു നിൽക്കുന്ന പൂമരങ്ങളുടെ കാഴ്ചയുമെല്ലാം അതിമനോഹരമാണ്. ശാസ്താംപാറയിൽ നിന്നാൽ പാൽക്കുളം മേടിന്റെയും ജില്ലാ ആസ്ഥാനത്തിന്റെയും ഇടുക്കി അണക്കെട്ടിന്റെയും ഉൾപ്പെടെ കാഴ്ചകൾ കാണുവാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണുവാൻ ഇവിടെ വൻ തിരക്കേറാറുണ്ട്. തങ്കിപ്പാറയിലേക്ക് താറിഞ്ഞു തീർന്ന ഗതാഗത യോഗ്യമായ റോഡുണ്ട്. എന്നാൽ ശാസ്താംപാറയിലേക്ക് 100 മീറ്റർ മൺപാതയാണ് ഉള്ളത്. പഞ്ചായത്ത് അധികൃതരുടെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും ശ്രദ്ധ പതിഞ്ഞാൽ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുവാൻ കഴിയുന്ന ഇടങ്ങളാണ് തങ്കിപ്പാറയും ശാസ്താംപാറയും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.